ഇങ്ങനെ വെളുപ്പിച്ച് വെളുപ്പിച്ച് നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? 90കളിലും 2000ത്തിന്റെ തുടക്കത്തിലും ജനിച്ച ഭൂരിഭാഗം തലമുറയ്ക്ക് ഉള്ളിലൊരു ട്രോമയുണ്ട്. അന്ന് പത്രങ്ങളിലും ടിവിയിലും നിറഞ്ഞു നിന്നിരുന്ന പരസ്യങ്ങൾ കണ്ട് സ്വന്തം നിറത്തെക്കുറിച്ച് അപകർഷതാബോധം തോന്നിയ ഒരു തലമുറ. ജനിച്ചപ്പോൾ നമ്മൾക്കില്ലാതിരുന്ന ആ ഇൻസെക്യൂരിറ്റി പരസ്യക്കമ്പനികൾ കോടികൾ ലാഭമുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചതാണ്. ആ പഴയ ഫെയർനെസ് ക്രീമുകളുടെ കവറിന് പുറകിലുണ്ടായിരുന്ന ആ ഷെയ്ഡ് കാർഡ് ഓർമ്മയുണ്ടോ? കറുപ്പിൽ നിന്നും വെളുപ്പിലേക്കുള്ള ആ സ്കെയിൽ ഉപയോഗിച്ച് സ്വന്തം സൗന്ദര്യം അളക്കാൻ അവർ നമ്മളെ നിർബന്ധിച്ചു. ഇരുനിറം അല്ലെങ്കിൽ കറുപ്പ് എന്നത് മാറ്റിയെടുക്കേണ്ട ഒരു വലിയ അസുഖമാണെന്നവർ നമ്മളെ വിശ്വസിപ്പിച്ചു. സയൻസ് ഇതിനെ മാനുഫാക്ചേർഡ് ഇൻസെക്യൂരിറ്റി എന്നാണ് വിളിക്കുന്നത്. ഇതൊരു കൊളോണിയൽ ഹാങ് ഓവർ കൂടിയായിരുന്നു. ബ്രിട്ടീഷുകാർ പോയെങ്കിലും വെളുത്താൽ മാത്രമേ ഇന്റർവ്യൂ പാസ്സാകൂ, പ്രണയം സക്സസ് ആകൂ എന്നൊക്കെ കാണിച്ച് അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രി നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കി. യഥാർത്ഥ നമ്മളെ മറച്ചുവെച്ച് വെളുത്ത നിറമുള്ളൊരു വ്യാജ മാസ്ക് അണിയാൻ സമൂഹവും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. ആ പഴയ 90s കിഡ്സ് വളർന്നു. അവരാ പഴയ ട്രോമയിൽ നിന്നും പുറത്തുവരികയാണ്. പുതിയ കാലത്തെ സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളും ഇൻഡി ഹിപ്ഹോപ്പ് തരംഗവും ഈ വ്യാജ സൗന്ദര്യത്തെ പൂർണ്ണമായും പൊളിച്ചെഴുതുന്നു. പ്ലാസ്റ്റിക് ചിരികൾക്ക് പകരം പച്ചയായ മനുഷ്യരുടെ യഥാർത്ഥ നിറത്തിന്റെ സൗന്ദര്യം അവർ കലയിലൂടെ കാട്ടിത്തരുന്നു. പൗഡർ ഇട്ടും ഫിൽറ്റർ ഇട്ടും മറച്ചുവെക്കേണ്ടതൊന്നല്ല നമ്മുടെ നിറം. ഈ മണ്ണിൽ ജനിച്ച മനുഷ്യർക്ക് ഈ മണ്ണിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നിറം തന്നെയാണ് പ്രകൃതി നൽകിയിട്ടുള്ളത്. യാഥാർത്ഥ്യത്തേക്കാൾ വലിയൊരു സൗന്ദര്യമില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ മാറ്റം. വ്യാജ സൗന്ദര്യത്തെ പൊളിച്ചെഴുതുന്ന ഈ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? കമന്റ് ചെയ്യൂ.